ഹലോ ഗായ്സ്, ഇന്നത്തേതൊരു സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളും ഇതുപോലെ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കമൻ്റ് ആയിട്ട് പറയട്ടോ. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പരിചയമുള്ള നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലോട്ട് ഒരു പുതിയ ഒരു കല്യാണപ്പെട്ട് വന്നു. അതിൻ്റെ ആ പെണ്ണ് വന്നപ്പോൾ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അത്യാവശ്യം നന്നായിട്ട് മോഡേൺ ആയിട്ട് ഡ്രസ്സിങ് ചെയ്യും, അത്യാവശ്യം എല്ലാവരുമായിട്ടും നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കണ്ടതിൽ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ചുകൂടെ പുതിയതായി കയറി വന്ന പെൺകുട്ടിയാണല്ലേ, നമുക്ക് അവരുടെ ആ വീട്ടിലെ ഉമ്മ ആൻഡ് ആ ഒരു ഹസ്ബൻഡിൻ്റെ, ആ കുട്ടീൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സ് അവരായിട്ടൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ബന്ധം ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നല്ലേ, അവരേക്ക് നമുക്ക് മുന്നേ പരിചയമുണ്ട്. ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഇവരോട് സംസാരിക്കുന്ന അത്ര ആ പെൺകുട്ടീൻ്റെ അടുത്ത് നമ്മൾ അത്ര കണ്ട് സംസാരിക്കില്ല. പിന്നെ ആ പെൺകുട്ടി കുറച്ചുകൂടെ എന്താ പറയുക, നമ്മളടുത്തൊക്കെ സംസാരിക്കാൻ കുറച്ച് മടിയുള്ളൊരു ടൈപ്പുമാണ്, സ്റ്റാർട്ടിങ് ട്രബിളായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ പക്ഷേ ഈ പെൺകുട്ടിയുടെ നാത്തുമാരുടെ അടുത്ത് നിന്നും അതുപോലെ അമ്മായിമ്മൻ്റെ അടുത്ത് നിന്നൊക്കെ ഈ പെൺകുട്ടിയെ കുറിച്ചിട്ട് വളരെ മോശമായ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്ത് കൂടൂല, ഒരു തന്നിഷ്ടക്കാരിയാണ്, ഇഷ്ടത്തിനനുസരിച്ച് നടക്കും, ആൻഡ് ഫാമിലിനെ കുറിച്ചിട്ടൊന്നും ഒരു ബോധമില്ല. അങ്ങനെ പല 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 രീതിക്കുള്ള പല സംഭവ കഥകളും ഞാൻ ഈ പെൺകുട്ടിയെക്കുറിച്ച് കേട്ടു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബോയ്സ് ഫ്രണ്ട്സ് വീട്ടിലോട്ട് വരുന്നു, ഒരു എന്താ പറയുക ഭയങ്കര മോശം ക്യാരക്ടറാണ്, അങ്ങനെ വരെ കേട്ടു. വളരെ മോശമായിട്ട് വരെ ഞാൻ ആ പെൺകുട്ടീനെ കുറിച്ചിട്ടുള്ള കഥകൾ കേട്ടു. അപ്പം എനിക്കും ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ മനസ്സിലൊരു കാരണമില്ലാതെ ഞാൻ സത്യം പറഞ്ഞ പെൺകുട്ടീനോട് വളരെ വെള്ളമായി ഹായ് ഞാൻ എന്ന വീട്ടിലത്തെ കുട്ടിയാണ് അങ്ങനെയൊക്കെ സംസാരിക്കല്ലോ, അത്ര സംസാരിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ആ കുട്ടീനെ കുറിച്ച് ഞാനങ്ങ് ജഡ്ജ് ചെയ്തു മുൻവിധിയോട് കൂടിയിട്ട്. ആ കുട്ടീനെ ഇപ്പോൾ ഫംഗ്ഷനിൽ വെച്ച് കാണുകയാണെങ്കിൽ എന്നോട് പൊതുവെ ഇങ്ങോട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് മിണ്ടൂല, ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് മിണ്ടൂല, അവോയ്ഡ് ചെയ്യും. ബാക്കിയുള്ളവരായിട്ട് നന്നായിട്ട് സംസാരിക്കും. ഈ കുട്ടീനായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല, ഏകദേശം എന്താ പറയുക ഒതുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്തു പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കുട്ടീനായിട്ട് സംസാരിക്കാറില്ല, ആൻഡ് കാണുമ്പോൾ ഇത് അത്ര. അപ്പം ഞാൻ തന്നെ ജാടക്കാരി, അതാണ് എൻ്റെ മനസ്സിലുള്ള സംഭവം. ഈ കുട്ടി എന്നെ കുറിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ദിവസങ്ങളിങ്ങനെ പോയി യാദൃശികമായിട്ട് ഞാൻ ഈ പെൺകുട്ടിയായിട്ടൊന്ന് കമ്പനി ആയിട്ടോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയായിട്ട് പരിചയപ്പെടേണ്ടി വന്നു. ആൻഡ് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു, ഒരു 1.5 അവർ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചപ്പോണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് സത്യത്തിൽ ഞാൻ എന്തിനാണ് ഈ കുട്ടീനെ വെറുത്തതെന്ന് ഞാൻ ഖേദിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ ആ പെൺകുട്ടീൻ്റെ അടുത്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ നമ്മളെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ അമ്മായിമ്മക്ക് പറയുമല്ലോ ആ കുട്ടീനെ പറ്റി ഭയങ്കര ഒരു ദിവസം കരഞ്ഞൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഉമ്മ ആ കുട്ടീൻ്റെ സൈഡിലെത്തുമ്പോൾ എങ്ങനെയാ ആ മോളെ ഇങ്ങനെയെന്നൊക്കെ വെച്ചിട്ട്, അതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടീനോട് എല്ലാ അഭിപ്രായം ചോദിക്കും. കാരണം അവരെല്ലാ കാര്യം ഷാറാക്കാൻ ആ കുട്ടീൻ്റെ ടാലൻറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അവർ ഉപയോഗിക്കും. ഇനിയിപ്പോൾ ഈ നാത്തുമാരായിക്കോട്ടെ, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും എല്ലാ കാര്യത്തിനും ഈ കുട്ടീൻ്റെ അഭിപ്രായം എടുക്കും. കാരണം ഇവൾ നന്നായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യും, അതിൻ്റെ ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ടാലൻറ്റുള്ള കുട്ടിയാണ്. അപ്പോൾ അതിനൊക്കെ ഈ പെൺകുട്ടിയെ അവർ യൂസ് ചെയ്യും. എന്നിട്ട് ഈ പെൺകുട്ടീൻ്റെ കുറ്റിയെ നമ്മളെ അടുത്തൊക്കെ വന്നിട്ട് പറയുകയും ചെയ്യും. നമ്മളിതൊക്കെ കേട്ടിട്ട് ഇത് സത്യമാണെന്ന് വിചാരിച്ചിങ്ങനെ പോവാം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചപ്പം അവൾക്ക് ആ ഉമ്മാനെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. അവൾക്ക് ആ 2 നാത്തുന്മാരെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. നാത്തുമാർക്ക് ചെറിയ മക്കളുണ്ട്, അപ്പോൾ അവരെ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാനും ഇനി എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും ഈ പെൺകുട്ടീനെ യൂസ് ചെയ്യും കേട്ടോ. ആഴ്ചയിൽ ഒരു 3 ദിവസം അതിലൊരു നാത്തുവിന് തൊട്ടടുത്തേക്ക് തന്നെ കല്യാണം കഴിപ്പിച്ചേ. അപ്പോൾ ആ നാത്തുവിന് അധികം ദിവസം ഈ വീട്ടിലുണ്ടാവും. അപ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയെ ചെയ്യാം. പക്ഷേ അവളെ പറ്റി അവളില്ലാത്തപ്പോൾ നമ്മളടുത്ത് പറയുന്ന കഥകളിൽ അവളത്ര വലിയ വില്ലത്തി വേറെ ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടീനെ കുറിച്ചിട്ടാണ് ഇത് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. ഓർക്കണം, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന പെൺകുട്ടീനെ കുറിച്ചിട്ടാണ് ഇവർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കഥ പറയുന്നതെന്ന് ആലോചിക്കണം. എന്നിട്ട് ഞാൻ ഈ കുട്ടീനായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഈ കുട്ടിക്ക് ആ ഉമ്മനെ കുട്ടി പറയാൻ ഒരു മോശം വാക്ക് പോലും ഇല്ല. കാരണം ആ പെൺകുട്ടീൻ്റെ അടുത്ത് അത്രയും പക്ക ക്ലിയറാണ് ആ ഉമ്മ. അതിന് താത്തുമാർ രണ്ടാളെയും പറ്റി പറയാൻ ആ കുട്ടിക്ക് വാക്കുകളിൽ നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഒരു മോശം പോലും ആ കുട്ടീൻ്റെ വായന ഞാൻ കേട്ടില്ല കേട്ടോ.
എനിക്ക് ഭയങ്കരമായിട്ട് അതിങ്ങോട്ട് ഹേർട്ടായേ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഞാനിത് പറഞ്ഞില്ല, ഇവരിങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞില്ലേ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആ കുട്ടീനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ നമ്പറൊക്കെ കൈമാറിയിട്ട് ആ ഒരു പരിചയപ്പെട്ട സമയത്ത് തന്നെ. അപ്പോൾ നമ്പറൊക്കെ കൈമാറി, പിന്നെ അതേപോലെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ വിശേഷങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരു നോർമൽ ഫ്രണ്ട്സായി. അങ്ങനെ ഞങ്ങളിപ്പോൾ കുറച്ച് ഇതിനിടയ്ക്ക് ഞങ്ങളൊരു പരിപാടി വെച്ച് കണ്ടുമുട്ടി. എല്ലാവരും ഉണ്ട്, ഈ പറഞ്ഞ ഉമ്മ ഉണ്ട്, ആൻഡ് 2 നാത്തുമാരും എല്ലാവരും ഉണ്ട്, കുട്ടികളെല്ലാവരും ഉണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഈ പെൺകുട്ടീനായിട്ട് ഞങ്ങളിങ്ങനെ വാർത്തോരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവൾ പൊതുവെ ആരായിട്ടും അങ്ങനെ സംസാരിക്കാറില്ല. ഒന്നാമത് എന്താ വെച്ചാൽ അവളായിട്ട് അങ്ങോട്ട് മിണ്ടുന്നവരായിട്ടല്ലേ സംസാരിക്കുക. അപ്പോൾ ആ ഒരു വൈബ് കണക്റ്റ് ആകാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇവർക്കാകെ ഈ നാത്തുമാർക്കൊക്കെ ടെൻഷനായിട്ടുണ്ടാകും. കാരണം പല കഥകളും ഈ പെൺകുട്ടി ഇല്ലാത്ത സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനിത് പറയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കും. ചെറിയ നാത്തുവിനെ അത് പിടിച്ചു കഴിഞ്ഞിട്ടില്ല. ചില ആളുകൾക്കുണ്ട് അവരെ ഉള്ളിലുള്ള ആ ഒരു സംഭവം പിടിച്ചു കഴിയില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്നാണ്ട് ചോദിച്ചു, നിങ്ങൾ നല്ല കമ്പനി ആയില്ലേ, ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾ നല്ല കമ്പനി ആയില്ലേന്ന്. ഞാൻ നല്ല കമ്പനിയായി, ആളെ നൈസാണ്, ആൾ നമ്മൾ വിചാരിക്കുന്ന മതി നല്ല ഉഷാറാണ് പറഞ്ഞു. അപ്പോൾ ശരി ഉഷാറാണ് കേട്ടോ. എന്നിട്ട് അവരാ ഒരു ടെൻഷൻ, ഈ കഥകളൊക്കെ ഞാൻ പറയുമോന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ആ പെൺകുട്ടീനെ കുറിച്ചിട്ടുള്ള ഒരു മോശം കഥയും കേട്ടിട്ടില്ല. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ, നമ്മളെ കുറിച്ച് ആര് എന്ത് പറഞ്ഞോട്ടെ നമ്മളത് തിരുത്താൻ പോകണ്ട. ആൻഡ് നമ്മൾ അങ്ങനെ അല്ല എന്നുള്ള പ്രൂവ് ചെയ്യാനൊന്നും പോകണ്ട. നമ്മളെ പറ്റി ആര് എന്ത് ചിന്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ബോധേടേ ആവണ്ട. നമ്മളെന്താണോ അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. കാലം തന്നെ തെളിയിച്ചോളും ആരാണ് ശരി ആരാണ് തെറ്റെന്ന്. അപ്പം നമ്മൾ ഈ ആവശ്യമില്ലാത്ത ടെൻഷനും കൊണ്ട് നടക്കണ്ട. ഈ മരക്കൾക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലേ ബേജാറ്, അമ്മായിമ്മ എന്നെ പറ്റി മോശം പറഞ്ഞോ, അല്ലെങ്കിൽ നാത്തുമാർ പറഞ്ഞോ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നമ്മളെ പറ്റി മോശമായിട്ട് സംസാരിക്കണ്ടോ എന്നുള്ളൊരു ബേജാറ് അല്ലേ. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഒരു തലതിരിഞ്ഞ അമ്മായി എല്ലാ പുതിയ മരക്കളെ പോയി കണ്ട് അമ്മായിൻ്റെ ആ സർട്ടിഫിക്കറ്റിൽ ഫെയിലായ മരക്കളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പുറത്തൊക്കെ പോയി സംസാരിക്കുന്ന അമ്മായിമാരൊക്കെ ഉണ്ടായിരിക്കും. പല ഫാമിലിയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ആളുകളൊന്നും നിങ്ങൾ തിരുത്താൻ പോകണ്ട. ആൻഡ് നിങ്ങൾ അങ്ങനെയല്ല എന്ന് അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാനൊന്നും പോകണ്ട. കാലം തന്നെ തെളിയിച്ചോളും. അപ്പോൾ നമ്മളായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. മറ്റുള്ളവരെ തലൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മാറ്റണം എന്നുള്ള വലിയ ഭാരിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതെ ഹാപ്പി ആയിട്ട് പോയാൽ നമുക്ക് കുറച്ചുകൂടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. എനിക്ക് പണ്ടുണ്ടായിരുന്നു അങ്ങനെ, എന്നെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞാൽ അത് തിരുത്തണം എന്നുള്ള ചിന്താഗതി. ഇപ്പം എനിക്കതില്ല കേട്ടോ. ആൻഡ് ഉള്ളത് പറയാലോ, ആ കുട്ടിയെ കുറിച്ചിട്ട് കുറച്ച് മാസങ്ങളോളം ഞാൻ വളരെ മോശമായിട്ട് ചിന്തിച്ചു അല്ലേ. ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ശരിക്കും കുറ്റബോധമുണ്ട്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം ഞാൻ അവരെ കൂടിയിട്ട് മറ്റു കഥകളൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ അല്ല എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര കുറ്റബോധം. കാരണം ഈ ഒരു കുറച്ച് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഈ കുട്ടീനെ പറ്റി ഒരുപാട് കഥകൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി കേട്ടിരിക്കും. ഒരാളെ പറ്റി കുറ്റം പറയുന്നത് ഇൻട്രസ്റ്റോട് കൂടി കേട്ടിരുന്ന എൻ്റെ ഒരു ക്യാരക്ടറിലെ മോശത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ച് പോവാണ്. ആൻഡ് മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ പറ്റില്ലേ. ഓക്കെ, എല്ലാവർക്കും തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.